സ്വന്തം ഭർത്താവ് തൻ്റെ ആദ്യ ഭർത്താവിലുണ്ടായ മകളുടെ കൂടെ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ അന്നു മുതൽ ആ അമ്മ വിഷമിച്ചു തുടങ്ങി. ഇതൊരു കെട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബംഗളൂർ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ആരെയും അസൂയപ്പെടുത്തുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീയായിരുന്നു അർച്ചന റെഡ്ഡി. അച്ഛൻ പടുത്തുയർത്തിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം, കോടികൾ വിലമതിക്കുന്ന സ്വത്തുകൾ, അധികാരം, പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അർച്ചനയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു എന്ന് തോന്നും. എന്നാൽ ആ സമ്പന്നതയ്ക്കുള്ളിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു മനസ്സ് അവൾക്കുണ്ടായിരുന്നു. ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടു. 2 മക്കളുമായി, യുവികയും ഒരു മകനും. തനിച്ച് ജീവിക്കേണ്ടി വന്നപ്പോൾ മകളെയും ബിസിനസ്സിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ അവൾ പാടുപെട്ടു. കാലം കടന്നുപോയപ്പോൾ തൻ്റെ സൗന്ദര്യവും ആരോഗ്യവും നഷ്ടപ്പെടുന്നു എന്ന് തോന്നൽ അർച്ചനയെ അലട്ടി തുടങ്ങി. അങ്ങനെയാണ് 2016 അവൾ ഒരു ജിമ്മിൽ ചേരുന്നത്. അവിടെ വെച്ചാണ് വിധിയുടെ രൂപത്തിൽ നവീൻ കുമാർ എന്ന ജിം ട്രെയിനർ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അർച്ചനയേക്കാൾ 10 വയസ്സിന് ഇളയവൻ, സാധാരണക്കാരൻ. പക്ഷേ നവീൻ്റെ പെരുമാറ്റത്തിലും കരുതലിലും അർച്ചന വീണുപോയി. തൻ്റെ ഏകാന്തതയ്ക്ക് ഒരു കൂട്ടാവുമെന്ന് അവൾ കരുതി. മകളുടെ ഭാവിയെപ്പറ്റി മാത്രം ചിന്തിച്ചിരുന്ന അർച്ചന ഒടുവിൽ നവീനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. 2016 അവസാനത്തോടെ അവർ വിവാഹിതരായി. ആദ്യത്തെ കുറച്ചുനാൾ സന്തോഷകരമായിരുന്നു ആ ജീവിതം. നവീനെ അർച്ചന ഒരു രാജകുമാരനെ പോലെയാണ് നോക്കിയത്. എന്നാൽ വൈകാതെ തന്നെ പണത്തോടുള്ള നവീൻ്റെ ആർത്തിയും അർച്ചനയുടെ സാമ്പത്തിക നിലയിലുള്ള അപകർഷതാബോധവും അവർക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്തി. എന്നിരുന്നാലും മക്കളെ ഓർത്ത് അർച്ചന എല്ലാം സഹിച്ചു. പക്ഷേ കഥയുടെ ഗതി മാറുന്നത് കോവിഡ് കാലത്താണ്. ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീടിനുള്ളിൽ ഒതുങ്ങിയപ്പോൾ ആ ബന്ധത്തിൽ അവിശ്വസനീയമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അർച്ചനയുടെ മകൾ യുവകിയയ്ക്ക് അപ്പോൾ 21 വയസ്സായിരുന്നു പ്രായം. രണ്ടാനച്ഛനായ നവീന് 34 വയസ്സും. ജിം പരിശീലനത്തിൻ്റെ പേരിൽ നവീനും യുവികയും കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അർച്ചന കരുതിയത് ഒരച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം മാത്രമായിരുന്നു അതെന്നാണ്. എന്നാൽ നവീൻ്റെ നോട്ടങ്ങളും യുവികയുടെ മുറിയിലേക്കുള്ള അയാളുടെ കൂടെയുള്ള സന്ദർശനങ്ങളും അർച്ചനയിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാവി തുടങ്ങി. ഒടുവിൽ 2021 ജൂണിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സത്യം അർച്ചന നേരിൽ കണ്ടു. തൻ്റെ ഭർത്താവും സ്വന്തം മകളും തമ്മിൽ അവിഹിത ബന്ധത്തിലാണെന്ന് ഞെട്ടിക്കുന്ന സത്യം. ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത ആഘാതമായിരുന്നു അത്. അർച്ചന പൊട്ടിത്തെറിച്ചു. ഇനി ഒരിക്കലും അത് അനുവദിക്കില്ലെന്നും തൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും മകൾക്കോ നവീനോ നൽകില്ലെന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകൾ നവീനെയും യുവികയെയും ഭയപ്പെടുത്തി. അർച്ചന ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനോ സ്വത്തുക്കൾ അനുഭവിക്കാനോ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കാമുകനുമായി മാറിയ രണ്ടാനച്ഛനും സ്വന്തം മകളും ചേർന്ന് അർച്ചനയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. സന്തോഷ് എന്നൊരു ഗുണ്ടയെ അവർ വാടകയ്ക്കെടുത്തു. 2021 ഡിസംബർ 27 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അവർ അതിനായി തെരഞ്ഞെടുത്തു. വോട്ട് രേഖപ്പെടുത്തി മകനും ഡ്രൈവർക്കുമൊപ്പം കാറിൽ മടങ്ങിയിരുന്ന അർച്ചനയെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഗുണ്ടകൾ തടഞ്ഞു നിർത്തി. കാറിൻ്റെ ചില്ലുകൾ തകർത്ത് സ്വന്തം മകൻ്റെ കൺമുന്നിലിട്ട് അവർ അർച്ചനയെ വലിച്ചു പുറത്തിട്ടു. മകൻ്റെ നിലവിളികൾക്ക് ചെവി കൊടുക്കാതെ നവീനും മകളും ഏർപ്പാടാക്കിയ കൊലയാളികൾ അർച്ചനയെ വെട്ടിക്കൊലപ്പെടുത്തി. അന്വേഷണത്തിനൊടുവിൽ പോലീസ് ചുരുളഴിച്ചത് ക്രൂരമായ ചതിയുടെ ഒരു കഥയായിരുന്നു. സ്വന്തം ചോരയും താൻ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവും ചേർന്നാണ് തൻ്റെ മരണം വിധിച്ചതെന്ന് അറിയാതെയായിരുന്നു അർച്ചന യാത്രയായത്. നവീനും യുവികയും ഉൾപ്പെടെ പ്രതികൾ അഴിക്കുള്ളിലായി. പണത്തിനും കാമത്തിനും വേണ്ടി പവിത്രമായ ബന്ധങ്ങൾ പോലും ചവിട്ടിമെതിക്കുന്ന ഈ സംഭവം കേട്ടുകേൾവിക്കും അപ്പുറമുള്ള ക്രൂരതയായി ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഈ ഒരു സംഭവത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.